ഇന്ന് കുറച്ച് തണ്ണിമത്തൻ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നേ. അപ്പം അത് വെച്ചിട്ട് നീരപ്പം വരുമ്പോഴേക്കും ഒരു ജ്യൂസ് ഉണ്ടാക്കാനായിരുന്നു കേട്ടോ. ഒരു പകുതി മുഴുവൻ വേണ്ടി വന്നില്ല കേട്ടോ. പകുതി ഭാഗം മുറിക്കുമ്പോഴേക്കും അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പകുതി ഞാൻ അവിടെ മാറ്റി വെച്ചു. സ്കൂളിൽ പോയി വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം എന്നെന്നും പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് പറഞ്ഞതാണ് തണ്ണിമത്തൻ. എല്ലാം കൂടെ മുറിച്ച് പീസാക്കിയിട്ട് ജാറിലിട്ടിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ വാരി വിതറിയിട്ടിട്ട് പിന്നെ ജ്യൂസ് അടിക്കാനാണ് കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെള്ളമൊന്നും ഒഴിച്ചില്ല, നേരെ അടിച്ചെടുത്തു. അങ്ങനെ അടിച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നേരെ സ്കൂൾ ബസ്സിന്റെ അവിടെ വെയിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. നീരപ്പൻ വരാറായി. രാവിലെ വിട്ട പോലെ ആയിരുന്നില്ല കേട്ടോ നീരപ്പന്റെ വരവ്. നിങ്ങൾ തന്നെ കണ്ടോളെ. യൂണിഫോം ഒക്കെ മാറ്റിയേക്കണു. എനിക്കും പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ അവനോട് ചോദിച്ചപ്പോഴേ കഥകൾ പറയാം. കല്യാണത്തിന് പോവാനോ ചെറിയ കുട്ടികളൊക്കെ കല്യാണത്തിന് പോലല്ലോ, സ്കൂളിലല്ല പോണേ. വലിയ മറുപടികളാണ് കേട്ടോ. ഇപ്പൊ വായനൂര കാര്യം എന്താ വെച്ചാല് അവന്റെ ഫ്രണ്ടിന്റെ വെള്ളം കുപ്പിന്ന് അവന്റെ മേത്തേക്ക് കുറച്ച് വെള്ളം പോയി. അങ്ങനെ ട്രൗസറും ഷർട്ടൊക്കെ മാറ്റി ഇതിട്ട് കൊടുത്തു. അതാണ് സംഭവം. പോരാത്തേന് എന്നത്തെയും പോലെ ഇന്ന് സർപ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. നോക്കട്ടെ എന്താ പെൻസിലാണ് കേട്ടോ, സ്ലേറ്റിൽ എഴുതണ്. അങ്ങനെ അവനെ മേല് കഴുകിപ്പിച്ചെടുത്തിട്ട് ഇഡ്ഡലിയും പഞ്ചസാരയും കൂട്ടി കൊടുത്തു. പിന്നെ അതാ ജ്യൂസും കൂടിയും കൊടുത്ത് ഞങ്ങളിത് പുറത്തേക്ക് പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ സനേഷായിട്ട് തിരാരം വിളിച്ച് വർത്താനൊക്കെ കഴിഞ്ഞു. അങ്ങനെയാട്ടോ കടയിലേക്ക് പോയത്. ബിരിയാണി മേടിക്കാനാണെന്ന് കുറേ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നിയിട്ട് അങ്ങനെ ഞാൻ ഇപ്രാവശ്യം ഡോക്ടർ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് മറന്ന് ബിരിയാണി മേടിച്ചു. പിന്നെ അത് ഒരു മരുന്ന് മേടിക്കാണ്ടാണെന്ന് അത് മേടിച്ച്, കുറച്ച് ബൂസ്റ്റ് മേടിക്കാണ്ടാണെന്ന് അത് മേടിച്ച്. സനേഷാൻ്റെ സിം എന്തോ കട്ടായെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചു. പിന്നെ മിനിയാൻ്റെ ഇടയ്ക്ക് പോവാണേ. പോകുമ്പോൾ മിനിയാൻ്റിക്ക് ബൂസ്റ്റ് വേണമെന്ന് പറഞ്ഞ് അവനൊന്ന് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയതാട്ടോ. അപ്പോൾ ബ്രൂണോ ഓടി വന്ന് എന്തുട്ടാവും വിചാരിച്ച് അങ്ങനെ അതൊക്കെ മേടിച്ചൊന്നുമില്ല കേട്ടോ. മിനിയാൻ്റി അങ്ങനെ ഞങ്ങളിതാ ബിരിയാണി കഴിക്കാൻ പോവാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. പ്രാവശ്യത്തെ ബിരിയാണി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനൊരു പ്ലേറ്റ് ഫുൾ ബിരിയാണി തട്ടിയിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.